നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹജ്ജ് നിർബന്ധമാകുന്ന, ഹജ്ജ് ബാധ്യതയായി വരുന്ന വ്യക്തികളെക്കുറിച്ചും സമയങ്ങളെക്കുറിച്ചുമാണ്. അതിൽ ഒരുപാട് പല പ്രാവശ്യം നമ്മുടെ ക്ലാസ്സുകളിലൊക്കെയും പറഞ്ഞതും ചിലപ്പോൾ ആ സമയത്തൊക്കെ ജോലി തിരക്കിനിടയിൽ ശ്രദ്ധിക്കാൻ കൂടാത്തവരും അതല്ലെങ്കിൽ യാദൃശികമായി മറ്റു ഭാഗങ്ങളിലേക്കൊക്കെയും പോയ കാരണം തുടർച്ചയായി ക്ലാസ് കേൾക്കാത്ത പലവരിലും നിന്ന് പല ജാതി സംശയങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് സംശയങ്ങൾ പലതും നമ്മൾ വ്യക്തമായി പറഞ്ഞതാണ്. പ്രധാനമായും അതിലൊരു ചോദ്യം സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് വന്നതാണ്. ഇതൊരു സാധാരണക്കാരെ സംബന്ധിച്ച് പ്രസക്തമായൊരു ചോദ്യമാണ്. അഥവാ ഒരു സ്ത്രീക്ക് എല്ലാ നിലക്കും ആരോഗ്യവും ആഫിയത്തും സാമ്പത്തിക ശേഷിയും എല്ലാം ഉണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് ഹജ്ജിന് പുറപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഉംറക്ക് പുറപ്പെടണമെങ്കിൽ പുരുഷന്മാർക്ക് ഇല്ലാത്തതായ ഒരു പ്രത്യേകമായ നിബന്ധനയുണ്ടല്ലോ. അതെന്താ? ഒന്നിരിക്കൽ ഭർത്താവ്, അല്ലെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമായവൻ, അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ സ്ത്രീകൾ. ആ സ്ത്രീകൾ എത്ര പേര് എന്നതിൽ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഈ നിബന്ധന കൂടി അവർക്ക് ഹജ്ജ് നിർബന്ധമാവാൻ ബാധ്യതയാണല്ലോ. അപ്പൊ ഈ ഒരു നിബന്ധന വെക്കാത്തതിന്റെ പേരിൽ ചോദ്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഭർത്താവോ വിവാഹബന്ധം നിഷിദ്ധമായ വ്യക്തിയോ വിശ്വാസയോഗ്യമായ സ്ത്രീകളോ ഒപ്പം പോവാൻ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു സ്ത്രീക്ക് ഹജ്ജിന് പോവാൻ സാധിച്ചില്ല. അത് പോയില്ല. പിന്നെ അവരെ നിർബന്ധമായ ഹജ്ജോ ഉംറയോ ആണെങ്കിൽ ഭർത്താവും മഹ്റമും വിശ്വാസയോഗ്യമായ സ്ത്രീകളും ഇല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ഒറ്റക്ക് പോകാൻ പറ്റുമോ ഇല്ലേ പോലത്തെ ചർച്ചകളൊക്കെ വരാം. പക്ഷെ ഞാൻ ആദ്യം ഈ ഒരു സംശയം പല സ്ത്രീകളുടെ ഭാഗത്തിൽ നിന്നും വന്നതുകൊണ്ട് എല്ലാരെയും ആ ഒരു സംശയം ചോദ്യം ആദ്യം ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷെ ഈ ഒരു നിബന്ധന, ഈ പ്രത്യേകമായ നിബന്ധന ഉണ്ടെങ്കിലല്ലേ സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാവുകയുള്ളൂ. ഏതായിരുന്നാലും ഈ ഒരു നിബന്ധന വെക്കാത്തതിന്റെ പേരിൽ ഒരു സ്ത്രീ ആരോഗ്യവും ആഫിയത്തും സാമ്പത്തിക ശേഷിയും എല്ലാമുള്ള ഒരു സ്ത്രീ ഹജ്ജിന് പോയില്ല. അങ്ങനെ ആ ഒരു നിബന്ധന വെക്കാതെ ആ സ്ത്രീ അങ്ങോട്ട് മരിച്ചുപോയി. എങ്കിൽ വെക്കുക. എങ്കിൽ ഈ സ്ത്രീ മരിച്ചതിനു ശേഷം ആ സ്ത്രീയുടെ സ്വത്തിൽ നിന്ന് പകരം ഹജ്ജ് ചെയ്യിപ്പിക്കൽ നിർബന്ധമുണ്ടോ? അത് ഒരുപാട് സ്ത്രീകൾ ചോദിച്ചൊരു ചോദ്യമാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരുപാട് സ്ത്രീകളൊക്കെയും നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം എന്താണെന്നറിയുമോ? കാരണം ഭർത്താവുള്ള സമയത്തൊരു ഹജ്ജിന് പോവാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഒത്തിയില്ല. പിന്നെ ഭർത്താവ് മരിച്ചു, പിന്നെ വാപ്പ മരിച്ചതിന്റെ പേരിലോ ഏതെങ്കിലും നിലക്ക് നല്ല സ്വത്ത് ഉള്ള ഒരു സ്ത്രീയായി ഇപ്പൊ നോക്കുമ്പോ ഹജ്ജിന് പോവാൻ നോക്കുമ്പോ പറ്റാവുന്ന പുരുഷന്മാരൊപ്പം കിട്ടാനില്ല, വിശ്വാസയോഗ്യമായ സ്ത്രീകളും കിട്ടാനില്ല. അതിന്റെ പേരിൽ ആ സ്ത്രീ ഹജ്ജിന് പോവും ചെയ്തില്ല. അങ്ങനെ ആ സ്ത്രീ മരിച്ചു, സ്വത്ത് ഇഷ്ടം പോലെ എന്തേലും. എങ്കിൽ കുടുംബമിത്രാദികൾക്ക് ഈ സ്വത്തിൽ നിന്ന് ഹജ്ജിനുള്ള കാശെടുത്ത് പകരം ഹജ്ജ് ചെയ്യിപ്പിക്കൽ നിർബന്ധമുണ്ടോ എന്ന് സ്ത്രീകളുടെ ഭാഗത്തിൽ നിന്നും ആ നിലക്ക് മരിച്ചുപോയ സഹോദരിമാരുടെ കുടുംബമിത്രാദികളുടെ ഭാഗത്തിൽ നിന്നും വന്ന ഒരു ചോദ്യമാണ്. കാരണം മരിച്ചുപോയവർക്ക് ഹജ്ജ് നിർബന്ധമായിട്ട് ആ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഗൗരവങ്ങളൊക്കെയും പലവരും മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ചോദ്യം. പിന്നെ മറ്റൊരു പ്രശ്നം, ഞാൻ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയും, അതിൻ്റെയൊക്കെ മുന്നോടിയായി വേറെ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയാനുണ്ട്. വരുന്ന ചോദ്യങ്ങൾ, ഇത്തരം ചോദ്യകർത്താക്കൾ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ അതിന് PM അയച്ച്, അതല്ലെങ്കിൽ ഇനി വിഷമിച്ചിരിക്കേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ റേഡിയോ ശ്രോതാക്കൾ അവരെപ്പോഴും പറയുന്നൊരു വാക്കാണ്, ചില വിഷയങ്ങൾ പറയുമ്പോ ഞങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ വരും, പക്ഷെ അത് ചോദിക്കണമെന്നുണ്ട്. ഞങ്ങൾ റേഡിയോ ശ്രോതാക്കളായതുകൊണ്ട്
ചിലപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ PM അയക്കാനൊന്നും സാധിക്കാറില്ല. പക്ഷെ ഉസ്താദിന്റെ വിശദീകരണത്തിൽ പിന്നീട് അതിങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ വന്ന സംശയങ്ങൾക്ക് മറുപടി വരുമ്പോ അതൊരു സന്തോഷമാണ് എന്ന് പറയുന്ന ഒരുപാട് റേഡിയോ ശ്രോതാക്കളുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്കാല് ഒരുപാട് സാധാരണക്കാർ ചോദിച്ചൊരു ചോദ്യമാണ്. ഇനി ഹജ്ജുമായി ബന്ധപ്പെട്ട കുറെ സംശയങ്ങളും മറുപടികളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ ഈ വിശുദ്ധമായ മക്കയിൽ ഹജ്ജിന്റെ മാസത്തിലായാൽ ഹജ്ജ് നിർബന്ധമാകുമോ? അല്ലെ, ഒരുപാട് ആൾക്കാർ ഇപ്പോ മുമ്പും ഇപ്പോഴൊക്കെ ചോദിച്ചും കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണത്. അതായത് ഇന്ന് രാവിലെ 2 PM അയച്ചതാണ്, 4 ഉമ്മക്ക് പോവുകയാണ് ഞങ്ങള്. അപ്പൊ ഷവ്വാൽ മാസാണല്ലോ, ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട മാസം ഏതാ? ഹജ്ജിന്റെ സമാനിയായ മീക്കാത്തുണ്ട്, മക്കാനിയായ മീക്കാത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട മാസം, ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട സ്ഥലം ഇങ്ങനെയാണ്. അത് ഉമ്മക്കുണ്ട്. ഉമ്മക്കും മക്കാനിയായ മീക്കാത്തുണ്ട്, ഉമ്മക്ക് വേണ്ടി ഇഹ്റാം ചെയ്യേണ്ട സ്ഥലമുണ്ട്. അത് നേരെ മറിച്ച് സമാനിയായ ഒരു മീക്കാത്ത് ഉമ്മക്കില്ല. അത് കൊല്ലത്തിൽ ഏത് പ്രാവശ്യം ഏത് സമയത്തും എപ്പോഴും ആവാം. ഹജ്ജ് അങ്ങനെയല്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട സമയവുമുണ്ട്, ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട സ്ഥലവുമുണ്ട്. നല്ല മനസ്സിലാക്കണം വിഷയം, അപ്പോഴേ നമുക്ക് നമ്മുടെ ഇഷ്കാലുകൾ തീരുകയുള്ളൂ. അഥവാ ശവ്വാല്, ദുൽഖഅദ്, ദുൽഹിജ്ജ 10 ദിവസം, ഇങ്ങനെ ഏകദേശം 2 ചില്ലാ മാസമാണ് ഹജ്ജിൻ്റെതായ സമാനിയായ മീഖാത്ത്, ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട സമയങ്ങൾ. അപ്പോൾ ഒരാൾ ഇപ്പൊ ഹജ്ജിന് ഇഹ്റാം ചെയ്തു എന്ന് വെക്കുക, ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഒരാളിപ്പോ ഹജ്ജിന് ഇഹ്റാം ചെയ്തു, അങ്ങനെയൊക്കെ നമ്മൾ സാധാരണക്കാർക്ക് ഒരു അംശം ഉണ്ട്. അതിങ്ങോട്ട് മക്കത്തേക്കാണ്ട് പോയിട്ട് പുറപ്പെടുമ്പളെ ടിക്കറ്റ് കിട്ടിയതിന്റെ ശേഷം ഇഹ്റാം, അങ്ങനൊന്നും മസലല്ല. എത്രയോ ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് കരിപ്പൂരിൽ എത്തുന്നതിന്റെ മുമ്പ് ഇഹ്റാം. കരിപ്പൂരി എന്നുള്ളത് കേരളത്തിലെ അവസ്ഥ പരിഗണിച്ച് ഞാൻ പറഞ്ഞതാണ്. കരിപ്പൂരിൽ എത്തിയിട്ടേ ഇഹ്റാം ചെയ്യാവൂന്ന്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി കഴിഞ്ഞ് ഹജ്ജുമായി ബന്ധപ്പെട്ട മസ്തലകൾ പോകാനാവുമ്പോഴേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ ക്ലാസ് റൂമിൽ ബന്ധപ്പെട്ട പലവരും ഹജ്ജിന് പോവാൻ ഉദ്ദേശിച്ചവരുണ്ട്. അപ്പൊ അവർക്ക് ഒന്നുകൂടി കുറച്ചും കൂടി ദിവസങ്ങൾ കഴിഞ്ഞ് അത്തരം മസ്തലകളിലേക്ക് കടക്കുന്നതായിരിക്കും ഒന്നുകൂടി ഉപകാരം. ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആൾക്കാർ ഇങ്ങനെ വിളിച്ച് പല ഇഷ്കാലും അങ്ങനെ ഇഹ്റാം ചെയ്യാ, അവരെ ഇഹ്റാം ചെയ്യുമല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞു മൊബൈൽ എന്തോന്ന് ചോദിച്ചോലോ. അത് ആ മൊബൈൽ എന്ന് വെച്ച് എങ്ങനത്തെ മൊബൈലാ? ബ്ലൂടൂത്ത് ഒക്കെ ഉള്ള മൊബൈൽ, ആ എല്ലാവിധ സൗകര്യമുള്ള മൊബൈലാണ്. എന്നായില്ലെങ്കിൽ KMS റേഡിയോ സെറ്റാക്കുക. രാവിലെ നമ്മുടെ ഇന്ത്യൻ സമയം ഒരു 10 മണി, ഒരു 9:30 മണിയാവുമ്പോ അത് ഓണാക്കിയിട്ട് ഇരിക്കുക. ചിലപ്പം 10 മിനിറ്റ് വൈകീന് വരും. എന്തായാലും മിക്ക ദിവസങ്ങളിലും അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ക്ലാസ് നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കുന്നുണ്ട്. അത് ഇരുന്ന് കേൾക്കുന്നതാണ്. അല്ലാതെ വിളിക്കുന്നവർക്കൊക്കെ ഇപ്പൊ ഫോണിൽ കൂടെ മറുപടി കൊടുക്കാന്നുള്ളത് നമുക്ക് സാധിക്കൂലല്ലോ. അങ്ങനെ ഒരുപാട് ശ്രോതാക്കളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ എന്റെ വകയായി ഉണ്ടാക്കിയെടുക്കുന്നു. അത് നിങ്ങൾക്കൊക്കെ പറ്റും. ഓരോരുത്തർ വിളിച്ച് സംശയം ചോദിക്കുമ്പോ അഞ്ചേക്കർ റേഡിയല്ലേ. പിന്നെ ഇപ്പൊ വേറൊരു വിഷയമുണ്ട്, ഇതൊന്നും കേൾക്കാൻ ഒഴിവില്ല, അപ്പോഴൊക്കെ ജോലി തിരക്കാണ്, ഒഴിവില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഒഴിവില്ലെങ്കിൽ പിന്നെ ദീൻ പഠിക്കണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് പിന്നെ അത്രയും ദീനിയായ വിഷയങ്ങൾ ഹജ്ജിന് പോകുമ്പോ ഞാൻ ഏതായാലും ഹജ്ജിന് പോവാമെന്ന് ഒരുങ്ങിയിട്ടുണ്ട്. ഇനി അത് സംബന്ധമായ മസാലകളും വിഷയങ്ങളും ഞാനൊന്ന് വ്യക്തമായി സംശയമില്ലാത്ത രൂപത്തിൽ പഠിക്കട്ടെ. അതിനും ഒഴിവില്ല. ഓൽക്കും ഒഴിവില്ല. നേരത്തെ തന്നെ നട്ടപ്പാതിരക്കന്നതിന് മറുപടി കിട്ടണമെന്ന് പറഞ്ഞാല് അത് കുറച്ച് വിഷമം. ഞാൻ നമ്മുടെ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദിന്റെ ഒരു വാക്ക് ഞാൻ കടമെടുത്ത് പറയാൻ, ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദിനോട് ചിലപ്പോ എന്തെങ്കിലും വിഷയം ചോദിച്ചാൽ ഇസ്മായിൽ ഉസ്താദ് പറയും കായ് കത്തുന്നത്. കാശ് കാത്ത് ഇജ്ജ് കാശ് ഉണ്ടാക്കാൻ നടക്കുന്ന കാലത്ത് ഞാൻ അത് പഠിക്കാൻ കുത്തിരക്കുന്നു. നല്ലൊരു പോയിന്റാണ് അത്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാ. ഇജ്ജ് കാശ് ഉണ്ടാക്കാൻ നടക്കുന്ന കാലത്ത് ഞാൻ ഇതൊക്കെ പഠിച്ചുണ്ടാക്കാതിരുന്നതാ. അതുകൊണ്ട് കാശ് തന്നാൽ തന്നെ പറഞ്ഞു തരുള്ളൂ എന്നാണ്. നല്ലൊരു വാക്ക് തന്നെയാണ്. സംഗതി മഹാനായ നെല്ലിക്കുത്ത് ഇസ്മായിൽ അവിടുത്തെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. കാരണം സാധാരണക്കാര് 10 ഉറുപ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പന്തിപ്പായ ആലിമീങ്ങൾ ഉസ്താദന്മാര് ഗഹനമായി ഓരോ വിഷയങ്ങളും പഠിക്കാൻ വേണ്ടി തയ്യാറായി അവരുടെ സമയങ്ങൾ ചെലവഴിക്കാൻ. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത്,
നമ്മുടെ റേഡിയോ ശ്രോതാക്കളോടൊക്കെയും പറയുന്നു, കുറച്ചു സമയം ഹജ്ജിനും ഉംറക്കൊക്കെയും പോവാൻ ഉദ്ദേശിക്കുന്നവര് അതിനു വേണ്ട വിജ്ഞാനം കരസ്ഥമാക്കാൻ കുറച്ചു സമയം കാത്തിരിക്കുക. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത് അങ്ങനെ. അപ്പൊ ഞാൻ ഇഹ്റാമിന്റെ മസ്അല പറഞ്ഞപ്പോ അത് കരിപ്പൂരിൽ എത്തിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, അത് പെരേന്ന് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ മനസ്സിലാക്കിയവരുണ്ട്. ഒരാളിപ്പോ ഹജ്ജിന് ഇഹ്റാം ചെയ്തു, കുഴപ്പമില്ല. ഹജ്ജിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഹജ്ജിൽ നിന്ന് തഹല്ലുലാകുക അഥവാ ഹജ്ജിൽ നിന്ന് വിരമിക്കേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാണ്ടല്ലോ, അതുവരെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഹറാമാകുന്ന കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഒരാളിപ്പോ തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് അവരെ മുഹരിമായി ജീവിക്കാൻ അവനെ കൊണ്ട് സാധിക്കോ? ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനത്തെക്കും തെറ്റുധാരണ ഇരിക്കട്ടെ. അപ്പൊ ഹജ്ജിന്റെ സമാനിയായ മീഖാത്ത് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട സമയം, ഈ ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടതായ സമയം, ഈ സമയത്തൊരാൾ മക്കയിൽ പെട്ടു, അല്ലെങ്കിൽ ഒരാൾ ഇപ്പൊ ഈ മാസത്തിലായി ഉംറക്ക് പോവുകയാണ്. ഇപ്പൊ ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട സമയത്ത് എവിടെ വന്നല്ലോ, എവിടെ വന്നു? ഈ മക്കയിൽ വന്നു. അതുപോലെ തന്നെ റമളാനിനിക്ക് ഒരാൾ ഉംറക്ക് പോയി. അങ്ങനെ റമളാൻ കഴിഞ്ഞ് ശവ്വാൽ മാസപ്പിറവി കണ്ട് വിശുദ്ധമായ ഹറം ഭൂമിയിൽ നിന്ന് പെരുന്നാളൊക്കെ നിസ്കരിച്ച് അവിടുന്ന് 6 നോമ്പും നോറ്റ് തിരിച്ച് എങ്ങോട്ട് വരികയാണ്? അവൻ നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. അപ്പൊ അവന് ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട സമയത്ത് വിശുദ്ധമായ മക്കയിൽ പെട്ടു. അപ്പൊ അങ്ങനത്തെ വ്യക്തികൾക്ക് മക്കയിൽ എത്തിപ്പെട്ടല്ല, അവൻ എല്ലാവിധ സൗകര്യത്തോടു കൂടെ അവൻ മക്കയിൽ എത്തിപ്പെട്ടു. എന്നാൽ ഇനി അവനിക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണോ? ഹജ്ജ് ചെയ്യാതെ തിരിച്ച് അവനിക്ക് നാട്ടിലേക്ക് പോരാൻ പറ്റുമോ? പോലോത്ത സംശയങ്ങൾ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. അതുപോലെ തന്നെ സുഖമില്ലാതെ കിടക്കുന്ന രോഗികൾ പലവരും ചോദിച്ചതാ, ഉപ്പാക്ക് തീരെ സുഖമില്ലാതെ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടിയുള്ള ഹജ്ജ് പോലോത്ത ചർച്ചകൾ, അങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ശ്രോതാക്കളുടെ ഭാഗത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയുമായിട്ട് അത്തരം സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു തആല നമുക്ക് പറയാനും കേൾക്കാനും ആവശ്യമുള്ളവരിലേക്ക് ഇത്തരം മസ്അലകളെല്ലാം എത്തിച്ചു കൊടുക്കുവാനും അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും ഒരു 15 മിനിറ്റ് നമ്മുടെ ഒന്ന് ക്ഷമിക്കണം. ഞാൻ പുറത്തേക്ക് പോവുകയല്ല. നമ്മളെ ഒരുപാട് സഹോദരിമാര്, ഇന്നലെ ഞാൻ ഒരു വിഷയം, ഒരു ഹൈളിന്റെ മസ്അല ഞാൻ തുടങ്ങി വെച്ചൊരു 15 മിനിറ്റ് ശ്രോതാക്കള് ഒന്നും വിചാരിക്കരുത്, അതൊരു ഒരുപാട് സ്ത്രീകൾ ഉസ്താദ് അതൊന്ന് വ്യക്തമായി പറയണം, ഞങ്ങൾക്ക് പലപ്പോഴും പലവർക്കുമുള്ള ഒരു സംശയമാണെന്ന് ഇന്നലെ റേഡിയോ ശ്രോതാക്കളുടെ വൈക്കും അതേമായി തന്നെ PM-ലൂടെയൊക്കെയും ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാര് സ്ത്രീകൾക്ക് വേണ്ടി അറിയിച്ചത് കൊണ്ട് നമ്മുടെ ഭാര്യന്മാർക്കൊക്കെയും വരുന്ന തെറ്റുധാരണകളും സംശയങ്ങളും ആയതുകൊണ്ട് അതൊരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് അത് പ്രത്യേകിച്ച് ഒന്നുകൂടി വിശദീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് വ്യക്തമായി ആ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്തരം സംശയങ്ങളൊക്കെയും നമ്മുടെ ഭാര്യന്മാർക്ക് വരുമ്പോ വ്യക്തമായി അതിന്റെ വിധി ഇന്നതാണ്. പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ മോൾക്ക് സംശയം വന്നു, ഭാര്യ നമ്മളോട് ചോദിച്ചു, കുട്ടിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ കാണാണ്ട് എന്തായിരിക്കും ഇപ്പൊ നമ്മൾ ചെയ്യുക എന്ന് ചോദിച്ചാൽ അതിന്റെ വിധി ഇന്ന രൂപത്തിലാണെന്ന് നിങ്ങളുടെ പമ്മക്കൾക്ക് ഭാര്യന്മാര് വൈക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ്, ഒരു തന്റേടം, അതിനുള്ള ഒരു വിജ്ഞാനം നമ്മൾ ഈ ഉറക്കമൊഴിക്കുന്നതിനു പകരം, ഈ നെറ്റ് റീചാർജ് ചെയ്യുന്നതിനു പകരം, നമ്മുടെ വിലപ്പെട്ട സമയം KMIC-യിൽ ഉപയോഗപ്പെടുത്തുന്നതിനു പകരമായി അത്തരം ദീനിയായ മസ്അലകളൊക്കെയും നിങ്ങൾ വളരെ ഗഹനമായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ തയ്യാറാവണം. അത് വലിയൊരു മഹത്വമുള്ള അമലായി തീരും. സാധുക്കളായ നമ്മളൊക്കെയും മരിച്ച് ഖബറിൽ കിടക്കുമ്പോ നമ്മൾ ഒരു ഹൈളിന്റെ മസ്അല അല്ലെങ്കിൽ ഒരു ഇസ്തിഹാദത്തിന്റെ മസ്അല നമ്മുടെ ഭാര്യന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പമ്മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അത് കൈകാര്യം ചെയ്യേണ്ട സമയത്ത് എന്റെ
എനിക്ക് ഈ മസ്അല ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ പ്രിയപ്പെട്ട മക്കള് അവരുടെ ജീവിതത്തിൽ ആവശ്യമാകുന്ന സമയത്ത് അത്തരം മസ്അലകളൊക്കെയും ഉപയോഗപ്പെടുത്തി അവർ നിസ്കരിക്കുമ്പോ, നോമ്പ് നോൽക്കുമ്പോ, മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ ആ മക്കള് ചെയ്യുന്നതിന്റെ അമലുകളുടെ പ്രതിഫലത്തിൽ നിന്ന് ഒരൽപ്പം അല്ലാഹു തആല നമ്മുടെ ഖബറിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഹൈലിന്റെ മസ്അലയെന്ന് ഞാൻ ഉസ്താദ് പറയാൻ പോകുന്നത്, അതുകൊണ്ട് ഹജ്ജിന്റെ മസ്അല ആകുമ്പോഴേക്ക് തിരിച്ചു വരാം. ഞാനൊന്ന് തൽക്കാലം കട്ടൻ ചായ കുടിക്കാൻ പോവട്ടെ എന്ന് ആരും തീരുമാനിക്കാതിരിക്കാനാണ് ആമുഖം ഈ നിലയ്ക്ക് ഞാൻ ഉണർത്തിയതെന്ന് സാന്ദർഭികമായി ഉണർത്തി. നമ്മുടെ പല സഹോദരിമാരും ഇഷ്കാലായി കിടക്കുന്ന ഒരു വിഷയം, അഥവാ സാധാരണ സഹോദരിമാർക്ക് 28 ദിവസവും 29 ദിവസവും അല്ലെങ്കിൽ 30 ദിവസവും കൂടുമ്പോൾ വീണ്ടും രക്തം കാണുന്ന സഹോദരിമാര് ചിലപ്പം 15 ദിവസം കഴിഞ്ഞു 16-ാമത്തെ ദിവസമോ 17-ാമത്തെ ദിവസമോ വീണ്ടും രക്തം കാണുമ്പോൾ ഈ രക്തം ഇത് ഹൈലാണോ, ഇസ്തിഹാലത്താണോ, കൊലിക്കണോ, നിസ്കരിക്കണോ, എന്തു ചെയ്യണമെന്ന് അങ്കിലാപ്പിലാകുമെന്ന് ഒന്നിലധികം സഹോദരിമാര് ചോദിച്ചത് കൊണ്ട് ഞാൻ ഇന്നലെ അതൊന്ന് ഉണർത്തി. അത് ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നതിന് മുമ്പ് നമ്മുടെ അബു ഹാഷിം ഉസ്താദ് ക്ലാസ്സിന് എത്തിയത് കൊണ്ട് തൽക്കാലം മൈക്ക വിട്ടതിനു ശേഷം പലവരും ഒന്നുകൂടി അത് വിശദമാക്കിയാൽ ഞങ്ങളിലൊക്കെയുമുള്ള ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് വീണ്ടും ആ ഒരു വിഷയത്തിലേക്ക് കടന്നു വന്നത്. പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയല്ല. നമുക്ക് ആവശ്യം പറയാത്തത് കുറെ പറയുക എന്നുള്ളത് എന്റെ ലക്ഷ്യമല്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ പ്രത്യേകം ആ കാര്യം ഉണർത്തുകയാണ്. പറയാത്തത് കുറെ പറയാ, എന്നിട്ട് നമ്മളിങ്ങനെ കുറെ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ള ഒരു ചിന്താഗതി എന്റെ ജീവിതത്തിൽ പിടികൂടിയിട്ടില്ല. പറയുന്നത് എന്തോ അത് എല്ലാവർക്കും മനസ്സിലായി. ആ മനസ്സിലാക്കിയവർ ഇനി ഈ ഒരു മസ്അല കേൾക്കാത്തവർക്ക് കൂടി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. ഇത് കേട്ടവർക്ക് ഈ ഒരു ചിന്താഗതി ഉണ്ടായത് കൊണ്ട് തന്നെ പലപ്പോഴും പലവർക്കും ആവർത്തനമായി തോന്നിയേക്കാം. എങ്കിലും എനിക്ക് ആവർത്തനമായി തോന്നുന്നവർ തൽക്കാലം സഹകരിക്കണം, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരിമാരോടും ഞാൻ ഈ പറയാൻ പോകുന്ന ഹൈലിന്റെ മസ്അലയുടെ ഒരു പോയിന്റ് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി വെച്ചാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഇനി നിങ്ങൾക്ക് അവിടെ നിസ്കരിക്കണോ, കൊലിക്കണോ, എന്ത് വേണമെന്ന സംശയം വരില്ല എന്നൊരു ധാരണ എനിക്കുണ്ട്. ആ നിലയ്ക്ക് ഞാൻ അല്പം വിശദീകരിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊക്കെയും മനസ്സിലാക്കി വെച്ചതുപോലെ 2 ഹൈലിന്റെ ഇടയിലുള്ള ഏറ്റവും പൂർണ്ണമായ ശുദ്ധി ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസമാണ്. 3 കൊല്ലോ 10 കൊല്ലോ 15 കൊല്ലോ ഒക്കെയും പിടിക്കാം. അപ്പൊ 2 ഹൈലിന്റെ ഇടയിൽ ഏറ്റവും അധികരിച്ച ശുദ്ധി എത്രയെന്ന് കണക്കില്ല. അങ്ങനെ മനസ്സിലാക്കി വെച്ചത് കൊണ്ടായിരിക്കാം ഇത്തരം തെറ്റുധാരണകളൊക്കെയും വരാൻ കാരണം. അപ്പൊ ഏറ്റവും കുറഞ്ഞ ശുദ്ധി എത്ര? 15 ദിവസം, പൂർണ്ണമായ 15 ദിവസം. അപ്പൊ എന്റെ സഹോദരിമാര്, ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഒരു ഹൈല് രക്തം കണ്ടു കൊലിച്ചു ശുദ്ധിയായതിനു ശേഷം പൂർണ്ണമായും 15 ദിവസത്തിനു ശേഷം വീണ്ടും രക്തം കണ്ടാൽ അവിടെ ഇനി സംശയിക്കേണ്ട ആവശ്യമില്ല. ഇത് ഹൈലാണോ ഇസ്തിഹാലത്താണോ എന്ന് സംശയിക്കേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല. കാരണം ഒരു ഹൈലുണ്ടായി പൂർണ്ണമായും 15 ദിവസത്തിനു ശേഷം വീണ്ടും രക്തം കണ്ടാൽ ആ കണ്ടതായ രക്തം ഹൈലാണെന്ന് തീരുമാനിക്കണം. കണ്ടാൽ ഹൈലാണെന്ന് തീരുമാനിക്കണം. കൂട്ടത്തിൽ ഉണർത്തുന്നു, ചിലപ്പം ഈ കണ്ട രക്തം കുറച്ച് കഴിയുമ്പോഴേക്ക് ഹൈല് അല്ല എന്ന തീരുമാനത്തിലേക്കും എത്തേണ്ടി വരും. അത് മറക്കരുത്. ഞാൻ ആദ്യം ദിക്കു മനസ്സിലാക്കിയപ്പോൾ
15 ദിവസം പൂർണ്ണമായും കഴിഞ്ഞതിനു ശേഷം വീണ്ടും രക്തം കണ്ടാൽ കണ്ട ഉടനെ അതിന് എന്തു തീരുമാനം എടുക്കണം? ആ കണ്ടത് ഹൈലാണെന്ന് തീരുമാനിക്കണം. ഇനി കുറച്ചു കഴിഞ്ഞാൽ ഹൈലല്ല എന്ന തീരുമാനത്തിലേക്കും എത്തേണ്ടി വരും. കണ്ടാൽ അതിന്റെ തീരുമാനം ഹൈലാണെന്ന് തീരുമാനിക്കണം. അപ്പൊ എന്ത് ഇഷ്കാല് ഇവിടെ തീർന്നു? പടച്ചോനെ, സാധാരണഗതിയിൽ ഞങ്ങൾക്ക് 28 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ രക്തം കാണാറുള്ളത്. എനിക്ക് ഹൈലുണ്ടായ കാലം മുതൽ ഇക്കാലം അത്രയും കഴിഞ്ഞ മാസം വരെ എനിക്ക് 28 ദിവസമാണ് 2 ഹൈലിന്റെ ഇടയിൽ കാലാവധി ഉണ്ടാവാറുള്ളത്. ഇതിപ്പോ 16ാമത്തെ ദിവസം തന്നെ രക്തം കണ്ടല്ലോ. ഇത് വലിച്ച രോഗാണോ? ഇത് വലിച്ച വേറെന്തെങ്കിലും പ്രശ്നമാണോ എന്ന സംശയം ഒരുപാട് സഹോദരിമാരെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, പൂർണ്ണമായും 15 ദിവസത്തിനു ശേഷം കണ്ട രക്തം അത് ഹൈലാകുന്നു. ഇനി എന്ത് തീരുമാനിക്കണം? ആ പെണ്ണ് എന്തു ചെയ്യണം? നിസ്കാരം ആ ഹൈൽ അങ്ങനെ രക്തം കണ്ടാൽ അവരുടെ തൽക്കാലം നിസ്കാരം സ്റ്റോപ്പ് ചെയ്യണം. നോമ്പുള്ള സമയമാണെങ്കിൽ നോമ്പ് ഒഴിവായി. ഇപ്പൊ നോമ്പ് മുറിഞ്ഞു തന്നെ വെക്കും അവരെ. ചിലപ്പോ റംസാൻ അല്ലാത്ത മാസങ്ങളില് കളാ ആയിപ്പോയ നോമ്പോ വലിച്ച സുന്നത്ത് നോമ്പോ നേർച്ചയാക്കപ്പെട്ട നോമ്പോ ഒക്കെ കളാ വീട്ടുന്നവരും നോക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ കണ്ട രക്തം 15 ദിവസത്തിനു ശേഷം, പൂർണ്ണമായും 15 ദിവസത്തിനു ശേഷം കണ്ടതായ രക്തം ഹൈലാണെന്ന് തീരുമാനിക്കുക. തൽക്കാലം നിസ്കാരം കാര്യങ്ങളൊക്കെ അവിടെ ഉപേക്ഷിക്കുക. അങ്ങനെ എന്ത് ചെയ്തു? രാവിലെ ഒരു 10 മണിക്കാണ് കണ്ടത് എന്ന് സങ്കല്പിക്കുക. 10 മണിക്കാവാം, 8 മണിക്കാവാം, 9 മണിക്കാവാം, അതിന് കണ്ട സമയം. ഇത് മസല തിരിയാൻ ഞാനൊരു ഉദാഹരണം പറയും. ഒരു 10 മണിക്ക് 15 ദിവസം പൂർണ്ണമായും രക്തം നിന്ന് കുളിച്ച് ശുദ്ധിയായി 15 ദിവസത്തിനു ശേഷം 16ാമത്തെ ദിവസം ഒരു രാവിലെ 10 മണിക്ക് രക്തം കണ്ടു. ആ പെണ്ണ് എന്ത് തീരുമാനിക്കണം? ഹൈലാണെന്ന് തീരുമാനിക്കണം. അങ്ങനെ എന്ത് ചെയ്തു? ളുഹുർ ഒഴിവാക്കി, അസറു ഒഴിവാക്കി, മഗ്രിബി ഒഴിവാക്കി, ഇശാ ഒഴിവാക്കി. എല്ലാം ശ്രദ്ധിക്കണം. സഹോദരന്മാരും സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം. ഇശാ ഒഴിവാക്കി. ചുരുക്കി പറഞ്ഞാൽ രാത്രി ഒരു 12 മണിയായപ്പോഴേക്ക് ആ രക്തം അവിടെ സ്റ്റോപ്പായി. പിന്നെ ആ രക്തം കാണാനില്ല. രാവിലെ 10 മണിക്ക് കണ്ടതായ രക്തം അങ്ങനെ ഹൈലാണെന്ന് നമ്മൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞല്ലോ. ഹൈലാണെന്ന് തീരുമാനിച്ചു. ആ പെണ്ണ് ഹൈലുകാരിയുടെ നിയമങ്ങളൊക്കെയും പാലിച്ചു. ളുഹറും അസറും മഗ്രിബും ഇശയും ഒക്കെ ഒഴിവാക്കി. ആ പെണ്ണ് കുറ്റക്കാത്തിയല്ല. കാരണം ഹൈലാണെന്ന് തീരുമാനിച്ച് ആ നിലക്ക് ചെയ്തതാണ്. ഒരു രാത്രി 12 മണി എന്നുള്ളതും ഉദാഹരണം. 24 മണിക്കൂർ തികയുന്നതിനു മുമ്പ്, ഈ കണ്ട രക്തം 24 മണിക്കൂർ തികയുന്നതിനു മുമ്പ് ആ രക്തം അങ്ങോട്ട് സ്റ്റോപ്പായി. പിന്നെ രക്തം കാണാനില്ല. ഒരു 10 മണിക്കൂറോ 15 മണിക്കൂറോ 17 മണിക്കൂറോ 18 മണിക്കൂറൊക്കെ പുറപ്പെട്ടുള്ളൂ. പിന്നെ അത് നിന്നു. പിന്നെ തീരെ രക്തം കാണാനില്ല. അപ്പോൾ ഇവിടെ വിധി മാറി സഹോദരിമാരെ. ഇപ്പൊ നമ്മൾ രാവിലെ കണ്ട രക്തം 15 ദിവസം പൂർണ്ണമായും ശുദ്ധിയായതിനു ശേഷം രക്തം കണ്ടപ്പോൾ ഹൈലാണെന്ന് തീരുമാനിച്ചു. അങ്ങനെ തന്നെയാണ് തീരുമാനിക്കേണ്ടതും. എന്നിട്ട് ഹൈലാണെന്ന് തീരുമാനിച്ചു. ഹൈലുകാരി എന്ന നിലക്ക് ളുഹറും അസറും മഗ്രിബും ഇശയും എല്ലാം ഒഴിവാക്കി. ഹൈല രക്തമാണെന്ന് തീരുമാനിച്ച് നിസ്കാരങ്ങളൊക്കെ ഒഴിവാക്കി. ഖുർആനൊന്നും ഓതിയില്ല. പക്ഷേ 24 മണിക്കൂർ തികയുന്നതിനു മുമ്പ് ആ രക്തം നിൽക്കുകയും ചെയ്തു. എങ്കിൽ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് രക്തം നിന്നത് കൊണ്ട് ഈ രക്തം നിൽക്കലോടുകൂടെ വിധി മാറിപ്പോയി. അപ്പോൾ എന്തു തീരുമാനമായി? ഈ കണ്ട രക്തം എന്തല്ല, ഹൈലല്ലാന്നും തീരുമാനിക്കണം. അപ്പൊ എന്തായി? ആകത്തുക എന്തായി മസല? 15 ദിവസം പൂർണ്ണമായും ശുദ്ധിയായതിനു ശേഷം രക്തം വീണ്ടും കണ്ടാൽ ആ കണ്ടതായ രക്തം ഹൈലാണെന്ന് തീരുമാനിക്കുകയും എന്നിട്ട് നിസ്കാരങ്ങളും ഹൈലുകാരിക്കു പാടില്ലാത്ത കാര്യങ്ങളൊക്കെയും ആ സഹോദരി ഉപേക്ഷിച്ച് 24 മണിക്കൂർ തികയുന്നതിനു മുമ്പ് ആ രക്തം നിൽക്കുകയും ചെയ്താൽ ആ സഹോദരി കുലിക്കേണ്ട. അത് കുലിക്കണ്ടാന്ന് അത് പറയുമ്പോ
പല സഹോദരിമാരുടെ മനസ്സിലേക്ക് അത് കേറാറില്ല. ഓ കുലിക്കന്താണോ? ഇല്ല, കുലിക്കണ്ട. കാരണം ഇവിടെ 24 മണിക്കൂർ തികയാത്തത് കൊണ്ട് അത് എന്താണെന്ന് തീരുമാനിക്കാൻ പറ്റൂല, ഹൈലാണെന്ന് തീരുമാനിക്കാൻ പറ്റൂല. അതുകൊണ്ട് കുലിക്കേണ്ട ആവശ്യമില്ല. എന്ത് കുലി? നിർബന്ധമായ കുലി. അപ്പൊ ഉസ്താദെ, ഒരു നല്ലതല്ലേ, ഒരു നെയ്യത്ത് വെച്ച് കുളിച്ചൂര്? അതിന് നമ്മളൊരു ക്ലാസ് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്, കുലിക്കളിയല്ല എന്നൊരു ക്ലാസ്. ആരെങ്കിലും റെക്കോർഡ് ചെയ്തിക്കണോന്ന് എനിക്കറിയില്ല. അതൊരിപ്പോ കൂലിയല്ലേ, ഒന്ന് നെയ്യത്ത് വെക്കണോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? അതിനിപ്പോ പ്രത്യേക ചെലവൊന്നുമില്ലല്ലോ. അതിനാണ് ഞാൻ എൻ്റെ പുതിയ ശ്രോതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോമ്പിന്റെ മുന്നേ കുലിക്കളിയല്ല എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്. അതായത് നിർബന്ധമല്ലാത്ത ഒരു കുലി, വെറുതെ നിർബന്ധമായ കുലിയുടെ നെയ്യത്ത് വെച്ച് കുലിക്കുക എന്നുള്ളത് ഹറാമാണ്. നിർബന്ധമില്ലാത്തൊരു കുലി, നിർബന്ധമായ കുലിയുടെ നെയ്യത്ത് വെച്ച് കുലിക്കുക എന്നുള്ളത് ഹറാമാണ്. അപ്പൊ അതുകൊണ്ട് ഹൈള് രക്തമാണെന്നു ഇത് സ്ഥിരപ്പെട്ടിട്ടില്ല. 24 മണിക്കൂർ തികയാത്തത് കൊണ്ട് ആ കണ്ട രക്തം എന്താണെന്ന് വെക്കും? ഇസ്തിഹാലത്താണെന്ന് വെക്കും. ആ പെണ്ണ് തന്റെ ഗുഹ്യസ്ഥാനം കഴുകി വൃത്തിയാക്കി, കാരണം അത് നജസായ രക്താണല്ലോ, അതെല്ലാം കഴുകി വൃത്തിയാക്കി ആ പെണ്ണ് ഹൈലാണെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച അല്ലെങ്കിൽ ഒഴിവാക്കിയ ളുഹുറും അസറും മഗ്രിബിയും യശായും എല്ലാം ആ സമയത്ത് തന്നെ, ഇനി നാളെ നേരം വെളുത്തിട്ട് കളാ വീട്ടാൻ വെക്കുന്നേക്കായി നല്ലത് അപ്പോഴെ തന്നെ ആ നിസ്കാരങ്ങൾ അപ്പോഴോ, അതല്ലെങ്കിൽ ആ നിസ്കാരങ്ങളൊക്കെ സഹോദരിമാർക്കൊക്കെയും ആ ഒരു വിഷയത്തില് സാധാരണ പല സഹോദരിമാരുള്ളൊരു ഇഷ്കാല്. കാരണം 28 ദിവസം കൂടുമ്പോൾ രക്തം കാണുന്ന സഹോദരിക്ക് യാദൃശികമായി ഒരു മാസം ഒരു 15 ദിവസത്തിനു ശേഷം വീണ്ടും രക്തം കാണുമ്പോൾ ഇങ്ങനത്തെ സംശയങ്ങൾ കാരണം എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് റമളാൻ മാസത്തിലൊക്കെ ഒരുപാട് സംശയങ്ങൾ വന്നതാണ്. ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ നോമ്പിന്റെ പലവരോടും വന്ന് ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞു. പക്ഷേ പലവർക്കും തിരക്കിനിടയിൽ, ക്ലാസിന്റെ തിരക്കിനിടയിലൊന്നും വ്യക്തമായി മറുപടി കൊടുക്കാനും സാധിക്കാത്തത് കൊണ്ട് ഞാൻ ആ വിഷയം ഒന്ന് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഒന്നുകൂടി ആവർത്തനം പരിവർത്തനം, തകരാറ് ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെ ഒന്നുകൂടി ഞാൻ പറയുന്നു. പൂർണ്ണമായും ഒരു ഹൈല് രക്തം കണ്ടു കുളിച്ചു ശുദ്ധിയായി പൂർണ്ണമായും 15 ദിവസത്തിനു ശേഷം വീണ്ടും രക്തം കണ്ടാൽ ആ കണ്ടതായ രക്തം ഹൈലാണെന്ന് വെച്ച് എന്ത് വേണം? ഹൈലുകാരി ഉപേക്ഷിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കണം. അങ്ങനെ അത് 24 മണിക്കൂർ തികഞ്ഞു എന്ന് വെക്കുക, പിന്നെ ഹൈലുകാരിയുടെ ഹുക്കുമിലേക്ക് അത് മാറി. അല്ല, 24 മണിക്കൂർ തികയുന്നതിനു മുമ്പായി ആ രക്തം നിൽക്കുകയും ചെയ്താൽ ആ കണ്ട രക്തം ഇസ്തിഹാലത്താണെന്ന് തീരുമാനിക്കുകയും രക്തം കണ്ടതിന്റെ പേരിൽ ഉപേക്ഷിച്ചതായ നിസ്കാരങ്ങളൊക്കെയും പിന്നീട് ഖളാ വീട്ടലും നിർബന്ധമാണ്. ഇത്തരം മസ്അലകളൊക്കെയും കേൾക്കുമ്പോ ഖളാ വീട്ടാൻ താല്പര്യമുണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ഉപകരിക്കലാണ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ആ ഭാഗത്തിൽ നിന്ന് പിന്മാറുകയാണ്. കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടി ഇത് പറയുമ്പോ ഇത് കേൾക്കുന്ന സഹോദരിമാർക്ക് സ്വാഭാവികമായും അവരുടെ ഇഷ്കാല് വരും. എന്ത്? അപ്പൊ ഉസ്താദെ 15 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് കണ്ടാലോ? അതും കൂടി ഒറ്റ വാക്കിൽ അത് സ്വാഭാവികമായും നമ്മുടെ റേഡിയോ ശ്രോതാക്കളായ സഹോദരിമാർക്ക് സ്വാഭാവികമായും ആരുടെയെങ്കിലും മനസ്സിൽ ഒരു ഇഷ്കാല് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി തീർത്ത് നമുക്ക് ഹജ്ജിന്റെ മസലയിലേക്ക് പ്രവേശിക്കാം. അപ്പൊ 15 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് രക്തം കണ്ടാൽ ആ കണ്ട രക്തം ഒരു കാരണവശാലും ഹൈളല്ല. അവിടെയും പല സഹോദരിമാരും സംശയിക്കാറുണ്ട്. ഈ വിശുദ്ധമായ റമളാനില് ആ ഒരു മസ്അല അറിയാത്തതിന്റെ പേരിൽ എത്രയോ നോമ്പ് നഷ്ടപ്പെട്ട സ്ത്രീകളുണ്ട്. പലവരും വിളിച്ചു ചോദിച്ചപ്പോ 15 ദിവസത്തിന്റെ മുന്നേ രക്തം കണ്ടു, അവരൊക്കെ ആ നോമ്പ് ഒഴിവാക്കി. വിശുദ്ധമായ റമളാനിലെ ഒരു നോമ്പ് ഒഴിവാക്കിയാലുള്ള ഗൗരവവും അതിന്റെ
കൂലി നഷ്ടപ്പെടലൊക്കെ നമുക്കറിയാം. കാരണം 15 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് രക്തം കണ്ടാൽ ഒരിക്കലും ശാഫിഈ മദ്ഹബ് പ്രകാരം ആ കണ്ട രക്തം ഹൈളല്ല. കാരണം 2 ഹൈളിന്റെ ഇടയിൽ ഏറ്റവും ചുരുങ്ങിയ ശുദ്ധി എത്രയാകുന്നു? 15 ദിവസ. അപ്പൊ 15 ഒരു ഹൈള് രക്തം കണ്ടു, കുളിച്ചു ശുദ്ധിയായി, എന്നിട്ട് 15 ദിവസം തികയുന്നതിനു മുമ്പ് വീണ്ടും രക്തം കണ്ടാൽ ആ കണ്ട രക്തം ഇസ്തിഹാലത്താകുന്നു. അവിടെ യാതൊരു സംശയവുമില്ല. ഞാൻ അത് തിരിയാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. കുളിച്ചു ശുദ്ധിയായി, അങ്ങനെ 15 ദിവസം 14ാമത്തെ ദിവസം ശ്രദ്ധിക്കണം, കുലിച്ചു ശുദ്ധിയായതിന്റെ 14ാമത്തെ ദിവസം വീണ്ടും ഒരു പെണ്ണിന് രക്തം കാണാൻ തുടങ്ങി. ഒരു കാര്യം ഉറപ്പാണ്, 15 ദിവസം പൂർത്തിയാവാതെ കാണുന്ന ഈ രക്തം അത് ഹൈളല്ല, അത് ഇസ്തിഹാലത്താണ്. ആ കണ്ട രക്തം ആ 14ാമത്തെ ദിവസം എന്നുള്ളത് ഉദാഹരണം. അത് 13 ആവാം, 12 ആവാം, 10ാമത്തെ ദിവസമൊക്കെ ആവാം, ഏതോ ഇരിക്കട്ടെ. 14ാമത്തെ ദിവസം കണ്ടതായ രക്തം തുടർച്ചയായി 3 ദിവസം അങ്ങോട്ട് കണ്ടു. 14ാമത്തെ ദിവസം രക്തം കാണാൻ തുടങ്ങി. വീണ്ടും ആ കണ്ട രക്തം വീണ്ടും 3 ദിവസം തുടർച്ചയായി കണ്ടാൽ അവിടെ വിധി എന്താകുന്നു? 15 ദിവസം പൂർത്തിയാവാനുള്ള അത്ര സമയം ഇസ്തിഹാലത്തായിട്ട് കൂട്ടണം, ബാക്കിയുള്ളത് ഹൈലായിട്ടും പരിഗണിക്കേണ്ടി വരും. അപ്പൊ ഉദാഹരണം പറയാ, ഒരു പെണ്ണിന് 13ാമത്തെ ദിവസം വീണ്ടും രക്തം കാണാൻ തുടങ്ങി, അങ്ങനെ 4 ദിവസം കണ്ടു എങ്കിൽ ഇനി 15 ദിവസത്തിലേക്ക് എത്ര ദിവസമാണോ ബാക്കിയുള്ളത് അത്ര ദിവസം കണ്ട രക്തം ഇസ്തിഹാലത്തും ബാക്കിയുള്ളത് ഹൈലായിട്ടുമാണ് പരിഗണിക്കുക എന്നും സാന്ദർഭികമായി ഉണർത്തി. ഇത്തരം വിഷയങ്ങളിൽ ഇനി സംശയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് PM-ലൂടെ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാ ചൊവ്വാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 10 മണിക്ക് ഞാൻ ഓൺലൈനിലാണ്. ബൈലക്സിന് തകരാറൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ നമ്മുടെ KMIC-യിൽ നടക്കും. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരിമാരും, ഒരുപാട് ആളുകൾ ഈ സമയത്ത് ഇത്തരം ക്ലാസ്സുകളൊക്കെയും കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ദഅവാ പ്രവർത്തനം, നമുക്കാവശ്യമായ മസ്അലകള് പഠിക്കാൻ നമുക്ക് ഉപകാരമാണ് നമ്മുടെ മൊബൈൽ വഴിക്ക് KMIC റേഡിയോയിലൂടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കുടുംബമിത്രാദികളൊക്കെയും നിങ്ങൾ നമ്മുടെ KMIC-യുടെ ശ്രോതാക്കളാക്കി മാറ്റണം. അപ്പൊ പലവരും ഞാൻ എന്റെ ഓർമ്മ നോമ്പിന്റെ മുന്നൊക്കെയും ഏതായാലും പറയാം, പുരുഷന്മാർക്ക് ഹജ്ജ് നിർബന്ധമാവാനുള്ള എന്തെല്ലാം നിബന്ധനകളുണ്ടോ അതിൽ നിന്നും മിക്ക നിബന്ധനകളും സ്ത്രീകൾക്കും ബാധകമാണ്. എല്ലാ നിബന്ധനയും വരൂല. ഒരു പുരുഷനാകുമ്പോ അവന് ചെലവിന് കൊടുക്കൽ നിർബന്ധമായവർക്കുള്ള അവൻ ഹജ്ജ് കഴിഞ്ഞ് പോയി തിരിച്ചു വരുന്നത് വരെ അവന് ചെലവിന് കൊടുക്കൽ നിർബന്ധമായവർക്കുള്ള ചെലവിനൊക്കേണ്ടി വരും, ചെലവിനുള്ള പൈസ ശേഷിക്കേണ്ടി വരും. അതുപോലെ തന്നെ കല്യാണത്തിലേക്ക് ആഗ്രഹമുള്ള പിതാവുണ്ടെങ്കിൽ ആ പിതാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക പോലോത്ത ഉത്തരവാദിത്തങ്ങൾ പുരുഷന്മാർക്ക് വരും. അത്തരം ഉത്തരവാദിത്തങ്ങൾ സ്ത്രീകൾക്ക് വരില്ലല്ലോ. ചെലവിന് കൊടുക്കൽ നിർബന്ധമായവർക്കുള്ള ചെലവിനുള്ള തുക കഴിച്ചു ബാക്കിയുണ്ടെങ്കിൽ പോലോത്ത നിബന്ധനകളിൽ നിന്നെല്ലാം സ്ത്രീകൾ ഒഴിവാവും. എങ്കിലും ഏകദേശം നിബന്ധനകള് യാത്രാ സൗകര്യം വെക്കുക, ആരോഗ്യം, ആഫിയത്ത്, സുരക്ഷിതത്വമാവുക പോലോത്ത കാര്യങ്ങളൊക്കെയും മക്കളോടുകൂടെ പ്രത്യേകമായ നിബന്ധനയാണല്ലോ സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാവാൻ. ശ്രദ്ധിക്കണം, ഹജ്ജ് സഹിയാവാനല്ല. ആ ഒരു വിഷയം രണ്ടും രണ്ടായി തന്നെ മനസ്സിലാക്കണം. ഹജ്ജ് നിർബന്ധമാവാനുള്ള മസ്അല ചിലപ്പോൾ വേറെയാണ്. ഹജ്ജ് നിർബന്ധമാവാൻ ഒരു മസ്അല ഉണ്ടായിച്ചിട്ട് ഹജ്ജ് സഹീഹാവാൻ ആ മസ്അല ബാധകമല്ല. അതെങ്ങനെ? ഉദാഹരണം പറയാം, നമ്മുടെ സ്ത്രീകളെ തന്നെ എടുക്കാം. ഇനി പറയാൻ പോകുന്ന നിബന്ധന ഏതാണോ നിബന്ധന എന്ന് പറയാം. ഇനി പറയാൻ പോകുന്ന നിബന്ധന ഉണ്ടായാലേ സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാകുകയുള്ളൂ. നേരെ മറിച്ച് ആ ഒരു നിബന്ധന വെക്കാതെ ഒരു പെണ്ണ് ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്താൽ ഹജ്ജ് സഹീഹാകും. ആ ജീവിതത്തിൽ നിർബന്ധമായ ഹജ്ജ് ഇനി രണ്ടാമത് ചെയ്യൽ നിർബന്ധം ഇല്ല എന്നും വരും. അങ്ങനെ ഒരുപാട് മസാലകളുണ്ട്. മറ്റൊരു ഉദാഹരണം, അതൊന്നുകൂടി മനസ്സിലാവാൻ മറ്റൊരു ഉദാഹരണം, ഒരാൾക്ക് കടമുണ്ട് എന്ന് വെക്കുക.
അവധി ഇറങ്ങിയ കടമാവട്ടെ, അവധി നിശ്ചയിക്കപ്പെട്ട കടമാവട്ടെ, ഏതു കടമാണെങ്കിലും കടമുണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമില്ല. കടമുണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാണ്. അത് ഇടയിലൊന്ന് കൂട്ടിച്ചേർത്തത്. ചിലപ്പം കടമുണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാണെന്ന് അറിയാത്തവരും തെറ്റുധരിച്ചവരും പലവരുമുണ്ട്. അന്നൊക്കെയും നോമ്പിന്റെ സമയത്ത് അത്തരം മസാലകൾ പറഞ്ഞപ്പോ കേൾക്കാത്ത ആരെങ്കിലും ഒരു ബിസിനസ്സുകാരൻ, ഏതെങ്കിലും ഒരു മുതലാളി ഈ സമയത്ത് നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ ഉപകരിക്കും എന്ന നിലക്കാണ് പോത്തർച്ചിയില് കുമ്പളങ്ങയും ചേനയും ഇട്ട് തീറ്റിപ്പിക്കുന്നത് പോലെ ഇടയിൽ ഒന്ന് കയറി പറഞ്ഞത്. പലവരും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, സക്കാത്ത് കടമുണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമില്ലാണ്. മുതലിന്റെ ശരീരത്തിന്റെ സക്കാത്ത്, വിത്തു സക്കാത്ത് നിർബന്ധമില്ലെങ്കിലും കച്ചവടത്തിന്റെ സക്കാത്തും മുതലിന്റെ സക്കാത്തും കടത്തെ ബാധിക്കുകയില്ല, കടം സക്കാത്തിനെ ബാധിക്കുകയില്ല എന്ന കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ്. എന്നാൽ ഹജ്ജ് അങ്ങനെയല്ല. കടമുണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമില്ല. പക്ഷെ ഒരാള് കടം വീട്ടാതെ ഹജ്ജിന് പോയി, അല്ലെങ്കിൽ കടം കിട്ടാനുള്ളവൻ സമ്മതം കൊടുത്തു, ഇത് ഒരു 4 മാസം ബാധ കഴിഞ്ഞിട്ട് ആക്കം പോലെ തന്നാ മതി, അന്റെ കാശ് ഉണ്ടെങ്കിൽ ഹജ്ജ്, അതുകൊണ്ട് ഹജ്ജിന് വേണമെങ്കിൽ പോയിക്കോ എന്ന് ഒരു കുഴപ്പമില്ല. പക്ഷെ അവനിക്ക് ഹജ്ജ് നിർബന്ധമില്ല. ആ കടമുള്ളതോടുകൂടെ ഒരുത്തൻ ഹജ്ജ് ചെയ്താൽ ഹജ്ജ് സഹിയാകും. ഇനി ഓന് കടങ്ങളൊക്കെ വീട്ടി രണ്ടാമത് ഒരു ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി അവനിക്ക് ഉണ്ടായിന്ന് വെക്കുക എങ്കിൽ ഇനി രണ്ടാമതോന് നിർബന്ധമായ ഹജ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഹജ്ജ് നിർബന്ധമാവാനുള്ള നിബന്ധന ഹജ്ജ് സഹിഹാവാനില്ല. ഞാൻ അതും ഒന്ന് ഉണർത്താൻ കാരണം ഒരുപാട് സാധാരണക്കാർക്കുള്ള ഒരു സംശയ, കടണ്ടെങ്കിൽ ഹജ്ജ് സഹിയാവൂല. അങ്ങനെ ഒരു മസലല്ല. കടത്തോടു കൂടെ ഹജ്ജ് ചെയ്താൽ ഹജ്ജ് സഹിയാകും, അത് നിർബന്ധം ഇല്ല എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു വാഹനത്തില് ഇരിക്കാൻ ഒരു നിലക്കും മോനെ കൊണ്ട് സാധ്യല്ല, ഒരു നിലക്കും സാധ്യല്ല. അവനിക്ക് ഒറ്റക്ക് വാഹനത്തിൽ ഇരിക്കാൻ ഒരു നിലക്കും സാധ്യല്ല. ഓനക്ക് ഹജ്ജ് നിർബന്ധമില്ല. പക്ഷെ ഈ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ച് അവൻ എങ്ങനെയൊക്കെയോ പോയി ഒരു ഹജ്ജ് ചെയ്തു, ഹജ്ജ് സഹിയാകും. അവന്റെ നിർബന്ധമായ ഹജ്ജാണെങ്കിൽ ആ ഹജ്ജ് ഫറള് വീടുകയും ചെയ്യും. അപ്പൊ ഞാൻ ഇവിടെ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾക്ക് ഈ പ്രത്യേകമായ ഇനി പറയാൻ പോകുന്ന നിബന്ധന ഹജ്ജ് നിർബന്ധമാവാനുള്ള നിബന്ധനയാണ്, സഹീഹാവാനുള്ള നിബന്ധനയല്ല. ഇത് പലവരെയും സംശയത്തിലാക്കിയത് കൊണ്ടാണ് ഞാൻ അത് വ്യക്തമായി പറഞ്ഞത്. അപ്പൊ ഒരു പെണ്ണിന് ഹജ്ജിന് പുറപ്പെടൽ നിർബന്ധമാവാൻ ഒന്നിരിക്കൽ ഭർത്താവ് വേണം. ആ ഭർത്താവിന് ഫാസിക്കായാലും കുഴപ്പമില്ല. വലൗ ഫാസിക് എന്നാണ് തൊഹിഫ പോലത്തെ ഫിഖിന്റെ കിതാബ് പറയുന്നത്. ഫാസിക്ക, ഈ ഭർത്താവ് മഹാതമ്മാജ എങ്കിലും ആ ഭർത്താവ് ഒപ്പുണ്ടെങ്കിൽ ആ പെണ്ണിന് ഹജ്ജിന് പുറപ്പെടൽ നിർബന്ധമാവും. അതല്ലെങ്കിലും മഹ്റം വേണം. മഹ്റം എന്ന് പറയുമ്പോൾ വിവാഹ ബന്ധം നിഷിദ്ധമായവൻ. എങ്ങനെയാവാം? ബിനസബിൻ, ഒന്നിരിക്കൽ തറവാട് കൊണ്ട് വിവാഹ ബന്ധം നിഷിദ്ധമായവൻ, ഔ ബിറളാഇൻ, അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിലൂടെ വിവാഹ ബന്ധം നിഷിദ്ധമായവൻ, ഔ മുസാഹറത്തിൻ, അല്ലെങ്കിൽ നിക്കാഹു ബന്ധത്തിലൂടെ വിവാഹ ബന്ധം നിഷിദ്ധമായവനായാൽ മതി. ഇപ്പൊ മരുമകനാണെന്ന് വെക്കുക, അല്ലെങ്കിൽ അമ്മോശനാണെന്ന് വെക്കുക, അല്ലേ? അമ്മോശൻ, ഇവളുടെ അമ്മോശനാണ്, വിവാഹ ബന്ധം കൊണ്ട് നിഷിദ്ധമായതാണല്ലോ. അപ്പൊ വിവാഹ ബന്ധം കൊണ്ടോ മുലകുടി ബന്ധം കൊണ്ടോ തറവാട് കൊണ്ടോ വിവാഹ ബന്ധം നിഷിദ്ധമായ ഒരു പുരുഷൻ ഒന്ന്. ഇനി അവിടെ തന്നെ ഒരു ഇഷ്കാലി ഞാൻ അതിന്റെ ഇടയിൽ വെച്ച് തീർക്കാൻ പലവർക്കും വരാം. ഉസ്താദെ, ഓരോ പെണ്ണിനും ഓരോ പുരുഷൻ വേണോ? ഇല്ലേ? അങ്ങനെ ഒരു ഇഷ്കാലി വരും. അവിടെ നിങ്ങൾക്കിപ്പോ നമ്മുടെ ക്ലാസ് റൂമിൽ ഇല്ലെങ്കിൽ നമ്മളെ റേഡിയോ ശ്രോതാക്കൾക്കിപ്പോ ഇങ്ങനെ ഒരു ഇഷ്കാലി ഉണ്ടാവും. അപ്പൊ ഓരോ പെണ്ണിനും ഓരോ പുരുഷൻ വേണം, അങ്ങനെ മസലയില്ല. ഒരു 10 പെണ്ണുങ്ങൾക്ക് ഒരു പുരുഷൻ ഉണ്ടായാൽ മതി. ഒരു 10-20 പെണ്ണുങ്ങളുണ്ട്. ഈ 20 പെണ്ണുങ്ങളും മഹ്റമായിട്ട് ഒരാളുണ്ട് എന്ന് വെക്കുക. അങ്ങനെ വരുമെന്ന്. ഒരു വല്യാപ്പാക്ക് 10 പെമ്മക്കളാ. 10 പെമ്മക്കളുണ്ട്. 10 പെമ്മക്കൾക്ക് 5 പേരക്കുട്ടികളുണ്ട്. ഒക്കെയും പെൺകുട്ടികളാണ്. 10-45 കുട്ടികളായില്ലേ? 10-45 കുട്ടികളും വല്യപ്പിമ്പാട് അത് പോവാൻ ഹജ്ജിനൊരു പോക്ക് അല്ല രസം ഉണ്ടാവും. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അങ്ങനത്തെ എത്രയോ കുടുംബങ്ങളുണ്ട്, വലിയ വലിയ കുടുംബങ്ങള്. ഞാൻ തന്നെ ഒരിക്കൽ ഒരു ഉംറക്ക് ഇപ്പൊ പോയ സമയത്തൊരു കൗമിനെ കണ്ടു. കുറെ ആൾക്കാർ, കുറച്ചൊരു 10-20 പെണ്ണുങ്ങൾ, 2-3 ആണുങ്ങളും.
അപ്പൊ ആദ്യമൊക്കെ ഒരു തെറ്റിതാണ്, എന്താ ഈ കൗമ് കാത്തുന്നത്. അപ്പൊ ഞാൻ അന്വേഷിച്ചു ആരപ്പത്. അപ്പൊ നോക്കുമ്പം ആ ഒരു കാരണോൽ ഇങ്ങനെ വിശദീകരിച്ചു, ഇതിന്റെ മരുവലാണ്, ഇതിന്റെ ഉമ്മേന്, ഇത് ഇളയമേന്, ഇത് മൂത്ത മകളാണ്, ഇത് മൂത്ത മകളെ മകന്റെ മകളാണ്, ഇങ്ങനെ ഓരോന്ന്. അപ്പൊ എന്താവാ, അപ്പൊ ഞാൻ ആ ഒരു ഇഷ്കാലം അതിന്റെ ഇടയിൽ തീർക്കുകയാണ്. ഓരോ പെണ്ണിനും ഓരോ മഹളമുണ്ടാവണം. മാഷാ അല്ലാഹ്. സൈൻ തങ്ങപ്പാക്ക് 8 പെങ്ങന്മാരുണ്ട്. അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ആദ്യം പെൺകുട്ടികളെ പ്രസവിക്കുന്ന പെണ്ണാണ് ഏറ്റവും വലിയ ബറക്കത്തുള്ള പെണ്ണാണ്. ആദ്യം ആൺകുട്ടികളെ പ്രസവിക്കുന്ന പോലല്ല, ആദ്യം പ്രസവിക്കുന്ന കുഞ്ഞു പെണ്ണായാൽ ആ പെണ്ണില് ബറക്കത്തുണ്ട് എന്നാണ്. അതുപോലെ കൂടുതൽ പെൺകുട്ടികളെ പ്രസവിക്കുന്നു, ഏതായാലും ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, എല്ലാ പെണ്ണുങ്ങൾക്കും പാടെ ഒരു മഹറം ഉണ്ടായാൽ മതി. എന്തില്ല, ഓരോ പെണ്ണിനും ഓരോ മഹറം ഉണ്ടാവണം എന്ന നിബന്ധനയില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പൊ ഒന്നിരിക്കൽ ഭർത്താവ് അല്ലെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷൻ, ഇനി അതല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ സ്ത്രീകൾ, വിശ്വാസയോഗ്യമായ സ്ത്രീകൾ. പക്ഷെ ഈ വിശ്വാസയോഗ്യമായ സ്ത്രീകൾ ഗ്രൂപ്പിൽ പോകുമ്പോൾ മഹ്റം വേണോ? അത് സാന്ദർഭികമായ ചോദ്യമാണ്, വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം ആയതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന നിബന്ധനയോട് കൂടെ ആ ഒരു സംശയത്തിന് മറുപടിയാവും. അതായത് റേഡിയോ ശ്രോതാക്കൾക്ക് ഇപ്പൊ ചോദ്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയുന്നു. ഗ്രൂപ്പിൽ പോകുമ്പോൾ സ്ത്രീകൾക്ക് മഹ്റം വേണോന്നാണ് ചോദ്യം. ഗ്രൂപ്പില് നമ്മുടെ SYSന്റെ ഗ്രൂപ്പില്, അല്ലെങ്കിൽ ഇർസാലന്റെ ഗ്രൂപ്പില്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അക്ബർ ട്രാവൽസിന്റെ ഗ്രൂപ്പില്, ഇങ്ങനെ ഗ്രൂപ്പിലായി പോകുമ്പോ മഹ്റം വേണോ എന്നാണ് നമ്മുടെ ക്ലാസ് റൂമിലെ ആൾക്കാരുടെ സംശയം എന്ന് ഞാൻ റേഡിയോ ശ്രോതാക്കളെ അറിയിക്കുന്നു. അതിനു മറുപടിയാണ് ഏത്, ഔ നിസ്വത്തുൻ സിഖാത്തുൻ, വിശ്വാസയോഗ്യമായ സ്ത്രീകൾ ഉണ്ടായാൽ മതി. നിർബന്ധമായ ഹജ്ജിന് പുറപ്പെടാൻ, സുന്നത്ത് അവരിക്കത്തോ, ഈ പറയുന്നതൊക്കെ നിർബന്ധമായ ഹജ്ജിന്റെ ഹുക്കുമാനെ, സുന്നത്തായ ഹജ്ജിന്റെയോ ഉംറയുടെയോ നിബന്ധനയല്ല എന്ന് യദയിൽ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ്, ഇങ്ങനെ വിശ്വാസയോഗ്യമായ സ്ത്രീകൾ ഉണ്ടായാൽ മതി. അപ്പൊ ഗ്രൂപ്പിൽ പോവാൻ എന്ത് വേണ്ട, നമ്മൾ പ്രത്യേകമായ പുരുഷനായ മഹ്റം വേണ്ട. കാരണം ഈ ഗ്രൂപ്പിൽ വിശ്വാസയോഗ്യമായ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായേക്കാം. അപ്പൊ നിർബന്ധമായ ഹജ്ജിന് ഗ്രൂപ്പിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നിർബന്ധമായ ഉംറക്ക് ഗ്രൂപ്പിൽ പോകുമ്പോൾ അവിടെ വിശ്വാസയോഗ്യമായ സ്ത്രീകൾ ഉണ്ടാവുന്നത് കൊണ്ട് പ്രശ്നമില്ല. 3-1 ഉണ്ടായാൽ മതി. അവിടേക്കും പ്രശ്നങ്ങൾ, വേറെ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നിർബന്ധമായ ഹജ്ജ് കഴിഞ്ഞ് മഹ്റമും സൗജും ഒപ്പമില്ലാതെ പിന്നെ മദീനയിലേക്ക് പോകുമ്പോ പെണ്ണുങ്ങളും മതിയോ പോലെ ചർച്ച വേറെ എത്തോ. ഇതെല്ലാം ഞാൻ നിർബന്ധമായ ഹജ്ജിന്റെ ഹുക്കുമ് മാത്രമാണ് പറയുന്നത്. അപ്പൊ നിർബന്ധമായ ഹജ്ജിന് പോവാൻ ഒന്നിരിക്കൽ ഭർത്താവ്, അല്ലെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമായവൻ, അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ സ്ത്രീകൾ. അത് മക്കയിലാണ് ഹജ്ജ്, മദീനത്തില്ല. മദീനത്തേക്ക് പോവൽ സുന്നത്താ, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് രണ്ടാമത് ആയിഷ പള്ളിയിൽ പോയി ഉംറ ചെയ്യൽ സുന്നത്താ. അതിനിത് പോരാ എന്ന കാര്യം സാന്ദർഭികമായി യദയിൽ കയറി ഞാൻ ഉണർത്തുകയാണ്. വിശദീകരണം ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ വന്നേക്കാം. അപ്പൊ ഞാൻ പറയട്ടെ, ഏതായാലും ഞാൻ പറയട്ടെ. അപ്പൊ വിശ്വാസയോഗ്യമായ സ്ത്രീകളായാ മതി. അപ്പൊ ഗ്രൂപ്പിൽ പോലെ വിശ്വാസയോഗ്യം എന്നത് എങ്ങനെയാണ് വിശദീകരിച്ചാലും അത് നല്ലൊരു ചോദ്യമാണ്. വിശ്വാസയോഗ്യമായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇവരിൽ നിന്ന്, അതായത് നമ്മൾ വിശ്വസ്തരാന്ന് പറയല്ലോ, അവരെ ഒന്നുകൂടി ഞാൻ പറയട്ടെ. ഈ വിശ്വാസയോഗ്യമായ സ്ത്രീകൾ എത്ര പേര് വേണം? മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറയുന്നത് 3 പേര് വേണമെന്നാണ്. 2 ആളുണ്ടെങ്കിൽ പെണ്ണിന് ഹജ്ജിന് പോവൽ നിർബന്ധമില്ല. അപ്പൊ ഒന്നുകൂടി മസ്അല തിരിയാൻ, ഭർത്താവില്ല, വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷനും ഇല്ല, പിന്നെ ആരാ ഉള്ളത്? 2 സ്ത്രീകളുണ്ട് ഒപ്പം പോവാൻ. ഇന്നത്തെ കാലത്ത് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലട്ടോ. ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഗ്രൂപ്പ് പോകുമ്പോ എന്തായാലും ഒരുപാട് പെണ്ണുങ്ങൾ ഇല്ലായിരിക്കൂല. നമുക്ക് മസ്അല തിരിയാൻ വേണ്ടി പറയാ, 2 പെണ്ണുങ്ങളുള്ളൂ എങ്കിൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം ഈ പെണ്ണിന് ഹജ്ജിന് പുറപ്പെടൽ നിർബന്ധമില്ല. കാരണം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അടുക്കല് ചുരുങ്ങിയത് 3 സ്ത്രീകൾ വേണമെന്നാണ്. എങ്കിൽ നിഹായ മുഗ്നി,
ഇമാം ഷാഫി മദ്ഹബിൽ അംഗീകരിക്കാവുന്ന കിതാബുകൾ തന്നെയാണ് നിഹായയും മുഗ്നിയും. ഇവരുടെ അഭിപ്രായം രണ്ടാളുണ്ടായാൽ മദീനാണ്. വിശ്വാസയോഗ്യമായ സ്ത്രീകളുടെ എണ്ണത്തിൽ 3 വേണം ചുരുങ്ങിയത് എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അപ്പൊ ഒരു പെണ്ണ് ഹജ്ജിന് പോവാൻ നോക്കി, ആകെ നല്ല വിശ്വാസയോഗ്യമായ 2 സ്ത്രീകളുടെ ഒപ്പം പോരാന്ന്, വേറെ ആരുമില്ല. എന്നാൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പെണ്ണിന് ഹജ്ജിന് പോവൽ നിർബന്ധമില്ല, പോയിട്ട് എന്ത് ചെയ്യാ, ചെയ്ത ഹജ്ജ് സഹിയാകും, നിർബന്ധമില്ല. പക്ഷെ 2 മതി എന്ന് നിഹായ മുഗ്നി പോലത്തെ കിതാബും പറയുന്നു. പക്ഷെ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു 3 വേണമെന്ന് പറയാനുള്ള കാരണം എന്റെ സഹോദരന്മാർ ഒന്ന് ചിന്തിക്കുന്ന നല്ലതാ. ഇത് 3 വേണമെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറയാനുള്ള കാരണം ഒന്ന് ചിന്തിക്കുന്നത്, ഒന്നും അല്ലാത്ത ആവശ്യത്തിന് വേണ്ടി ഭാര്യമാരെ ഒറ്റക്ക് ഓട്ടോറിക്ഷയിൽ വിടുന്നവർ ചിന്തിക്കുന്നത് നല്ലതാ. ഒരു പെണ്ണിനെ ഒറ്റക്ക് അങ്ങാടിക്ക് സാധനം വാങ്ങാൻ പറഞ്ഞേക്ക. അങ്ങനെ ചില അന്തം കമ്മികളുണ്ട്, ഇജ്ജ് പോയിക്കോ, കാശാൻ തീർത്തോ, എനിക്ക് പറ്റിയതായിട്ട് ഇജ്ജ് കൊണ്ട് പോന്നാലാ, ഇനി ഞാൻ കൊന്നാ എനിക്ക് കളറൊന്നും പറ്റിക്കോന്നില്ല, എനിക്ക് പറ്റിയ ഇജ്ജന്നെ പോയിട്ടോ. ഈ കാക്ക പെരേല് വാപ്പൂരി വലിച്ചെങ്ങാതിരിക്കുക, 37 ബാഗും കാശും എത്തുങ്ങാണ്ട് പോവുക അങ്ങാടിക്ക് തുണികുപ്പായ ഉണ്ടാക്കാന്. ആ പെണ്ണിന്റെ മാപ്പളുടെ പേരാണ് അന്തം കമ്മി എന്നാണ് ഞങ്ങളെ വൈക്കൊക്കെയും പറയാ. ഇരിക്കട്ടെ, ഞാൻ ഏതായാലും ഈ കാനൊന്ന് പറയും. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറയുന്ന കാന്ത, 2 പെണ്ണെ ഒപ്പമുള്ളൂന്ന് വെക്കുക. ഈ ഒരു പെണ്ണിന്റെ ഒപ്പം 2 പെണ്ണാണ് ഒപ്പമുള്ളത് എന്ന് വെക്കുക. ഈ യാത്രയാണല്ലോ, യാത്രയിൽ ആ 2 പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പെണ്ണ് എന്തെങ്കിലും ആവശ്യത്തിന് ഒന്ന് വഴി മാറിപ്പോയാൽ, അല്ലെങ്കിൽ കുറച്ചു സമയം യാത്രയുടെ ഒപ്പം ഇല്ലാതെയായാൽ, ഈ പെണ്ണിനെ നോക്കാൻ ഒരാളെ ഉണ്ടാവുമല്ലോ, 2 പെണ്ണുങ്ങൾ ഒറ്റക്കാവും ഇല്ലേ? ആകെ 2 പെണ്ണുള്ളൂ. ആകെ ഈ ഹജ്ജിന് പോകുന്ന ഒരു പെണ്ണും പിന്നെ ഒപ്പമുള്ള 2 പെണ്ണും. അതിൽ ഒരു പെണ്ണുണ്ടാക്കി എന്തോ ആവശ്യത്തിന് അത് പുറത്തേക്ക് പോയി. അപ്പൊ പിന്നെന്തായി, ഇവിടെ 2 പെണ്ണുങ്ങൾ ഒറ്റക്കായി. അപ്പൊ അത് സുരക്ഷിതത്വം പോരാ. നേരെ മറിച്ച് 3 ആളുണ്ട്, 3 ആളിൽ നിന്ന് ഒരാൾ പോയി, എന്നാ പിന്നെയും ഈ പെണ്ണടക്കം എത്ര ആളുണ്ടാവും? 3 ആളുണ്ടാവും. അപ്പൊ ആ നിലക്ക് പണ്ഡിതന്മാർ അതിലൊരു ചെറിയ ഖിലാഫുണ്ട്. ഇതൊക്കെ നിർബന്ധമാവാനുള്ള ഹുക്കുമാണ് ഈ വിശദീകരിക്കുന്നത് എന്ന് മറന്നു പോവരുതെന്ന് സാന്ദർഭികമായി അതൊക്കെ ഉണർത്തുകയാണ്. അപ്പൊ ഏതായിരിക്കട്ടെ, അപ്പൊ വിശ്വാസയോഗ്യമായ 3 സ്ത്രീകൾ ഇബ്നു ഹജറിലേക്ക് ആകർഷിക്കുകയോ പോകാത്തൊക്കെ ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയല്ലോ. അതിനാണ് വിശ്വാസയോഗ്യമായ സ്ത്രീകൾ എന്ന് പറയാം. അല്ലെങ്കിൽ ഇവരൊപ്പം പോയാൽ ഓരിങ്ങനെ കണ്ട പീടികയിലൊക്കെയും കയറി ഇറങ്ങും. ഓരിങ്ങനെ അങ്ങാടി തെണ്ടി എല്ലാത്തും കൊഞ്ചിക്കൊഴഞ്ഞ് എല്ലാരോടും. അങ്ങനത്തെ ഒരു സ്ത്രീന്റെ ഒപ്പം എന്റെ ഭാര്യനെയും പറഞ്ഞയച്ചാല്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരെ പറഞ്ഞയച്ചാല്, ആ ഒരു സ്വഭാവത്തിലേക്ക് ഇവരും എത്തും. അതൊക്കെ നമുക്ക് ഏകദേശം കണ്ടാൽ അറിയുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, ഓരോരുത്തരുടെ സ്വഭാവവും കാര്യങ്ങളും കണ്ടാൽ. അതാണ് ഇപ്പൊ വിശ്വാസയോഗ്യമായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ, അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അന്യപുരുഷന്മാരുടെ നോട്ടങ്ങളിൽ നിന്നും അന്യപുരുഷന്മാരെ വശീകരിക്കുന്നതിൽ നിന്നല്ല. നമ്മുടെ തിരുവമ്പാതിര ഭാഷയെ പറഞ്ഞ ഒരു ഒതുങ്ങി ജീവിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തവർക്കാണ് ഇപ്പൊ വിശ്വാസയോഗ്യമായ സ്ത്രീകൾ എന്ന് പറയുന്നത്. ഒന്ന്. പിന്നെ ഒരേ നാട്ടിലെ സ്ത്രീകളാവണം, അങ്ങനൊന്നുമില്ല. ഒരു നാട്ടിലുള്ള സ്ത്രീകളാവണം, അങ്ങനെ നിബന്ധനയില്ല. പിന്നെ അറിയാത്ത നാട്ടുകാരായ സ്ത്രീകൾ ആയാലും മതിയോ, അതൊക്കെ മതി. നമുക്ക് ഇതിന് ഒറ്റ ആൾക്കാരാവണം. ഇപ്പൊ ഉദാഹരണം പറയാ, ഞാനൊരു നിങ്ങൾക്ക് തിരിയാനാട്ടോ, നമ്മുടെ സെയ്ദ് അങ്ങൽപ്പാവാന്റെ ഭാര്യയും അബ്ദുസത്താർ പതനന്റെ ഭാര്യയും അബുസുനൂന്റെ ഭാര്യയും തിരുവമ്പാതിര ഭാര്യയും ഹജ്ജിന് പോകുന്നുണ്ട് എന്നറിഞ്ഞ്. നിക്കാണെങ്കിൽ ഹജ്ജിന് പോവാൻ എന്തെങ്കിലും തടസ്സമുണ്ട്, അല്ലെങ്കിൽ ഞാൻ മരിച്ചിരിക്കുന്നത് കൂട്ടുക. അതിന്റെ ശേഷമാണ് ഉമ്മ കയ്യാൻ ഹജ്ജിന് പോകാൻ തീരുമാനം. കാരണം ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഈ മസാലകൾ. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ പറഞ്ഞു വെച്ചത് എവിടെയാണ്, ഈ നിബന്ധന വെക്കാത്ത കാരണം മഹ്റമിനും കിട്ടിയില്ല, ഭർത്താവിനും കിട്ടിയില്ല, വിശ്വാസയോഗ്യമായ സ്ത്രീകളും കിട്ടാത്ത കാരണത്താൽ ഒരു പെണ്ണ് ഹജ്ജിന് പോയില്ല. അങ്ങനെ ആ പെണ്ണ് എല്ലാവിധ സാമ്പത്തിക ശേഷിയുമുള്ള പെണ്ണായിരുന്നു. ആ പെണ്ണ് മരിച്ചാൽ ആ പെണ്ണിന് എന്ത് വേണ്ട, പെണ്ണിന്റെ സ്വത്തിൽ നിന്ന് പകരം ഒരാളെ ഹജ്ജിന് പറഞ്ഞയക്കണ്ട. ഒരുപാട് ആൾക്കാർ ചോദിച്ചതാ, ഉമ്മാക്ക് സ്വത്തൊക്കെ ഉണ്ടായിന്, ഒപ്പം പോകാൻ ആളില്ലാത്തോണ്ടോ എന്റെ അമ്മ ഹജ്ജിന് പോയിട്ടില്ല ഉസ്താദെ, എന്ത് ചെയ്യണം?
എന്ത് ചെയ്യാന്ന് ചോദിച്ചോലുണ്ട്. അപ്പൊ ഉമ്മാക്ക് സ്വത്ത് എന്ത് ഹജ്ജിന് പകരം ചെയ്യിപ്പിക്കണോ? പ്രബലമായ അഭിപ്രായ പ്രകാരം ചെയ്യിപ്പിക്കൽ നിർബന്ധമില്ല. എന്തേ കാരണം? ഹജ്ജ് നിർബന്ധമാവാതെയാണ് ഈ പെണ്ണ് മരിച്ചിട്ടുള്ളത്. ഈ പെണ്ണ് പോലെ ഹജ്ജ് ചെയ്താൽ സഹീഹാകുമെങ്കിലും ഹജ്ജു നിർബന്ധമാവാതെയാണ് മരിച്ചത്. അതുകൊണ്ട് ഈ പെണ്ണിന്റെ സ്വത്തിൽ നിന്ന് സ്വത്തെടുത്ത് പകരം ഹജ്ജ് ചെയ്യിപ്പിക്കൽ എന്തില്ല? നിർബന്ധം ഇല്ല എന്ന് മനസ്സിലാക്കി ഇനി ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ നിബന്ധനയെല്ലാം ഹജ്ജ് നിർബന്ധമാവാനുള്ള നിബന്ധനയാണ്. പക്ഷെ ഒരു പെണ്ണ് എന്ത് ചെയ്തു? ഭർത്താവ് ഒപ്പമില്ല, വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷന്മാരില്ല, അതുപോലെ തന്നെ വിശ്വാസയോഗ്യമായ സ്ത്രീകളില്ല, അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ ഒരു സ്ത്രീയുള്ളൂ, അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ ഒറ്റ സ്ത്രീകൾ. ഈ പെണ്ണിന് ഉറപ്പാ, ഞാൻ മക്കയിൽ പോയി ഹജ്ജ് ചെയ്തു തിരിച്ചു വരാൻ, എന്റെ ശരീരത്തെ സംരക്ഷിക്കാൻ, മറ്റു പ്രശ്നങ്ങളിൽ നിന്ന് എന്റെ ശരീരത്തിനു സംരക്ഷണം നൽകാൻ എനിക്കു സാധിക്കും എന്ന് ഈ പെണ്ണിന് പൂർണ്ണമായും വിശ്വാസമുണ്ട്. എങ്കിൽ ഈ പെണ്ണിന് ഹജ്ജിന് പുറപ്പെടൽ നിർബന്ധം ഇല്ലെങ്കിലും ജായിസാകുന്നു. മനസ്സിലായോ? അപ്പൊ പെണ്ണിന് ഹജ്ജിന് പുറപ്പെടാനുള്ള നിബന്ധനയാണ് ഈ മൂന്നാലൊരു വിഭാഗം ഉണ്ടാകുക എന്നുള്ളത്. ഈ മൂന്നാലൊരു വിഭാഗവും ഉണ്ടാവാതെ ഒരു പെണ്ണ് ഒറ്റക്ക് ഗ്രൂപ്പിലൊന്നല്ല, അങ്ങനെ തന്നെ കൂട്ടി ഒരു പെണ്ണ് ഒറ്റക്കൊരു ഹജ്ജിന്റെ വിസ തീർത്തു, അങ്ങനെ കൂട്ടിക്കോല്. ആ പെണ്ണിന് അങ്ങനെ ഒരു വിസ കിട്ടീന്ന് വെക്കല. അപ്പൊ ഇന്നത്തെ കാലത്ത് കിട്ടൂല മക്കളെ, വെറുതെ മാന്താത്ത കിട്ടീന്ന് വെക്കുക. ഒറ്റക്കൊരു ഹജ്ജിന്റെ കിട്ടുന്ന കറിയിലെത്തോ ഹജ്ജിന്റെ വിസ എത്തും. 37 കയറി, 37 നാട്ടുകാരുണ്ടോ വീട്ടുകാരുണ്ടോ കുടുംബക്കാരുണ്ടോ ഒന്നും നോക്കില്ല. നല്ല ധൈര്യ. ഇന്ന ശരീരത്തിലെങ്ങാനും ഒരാണ് തൊട്ടോക്കണ്ടേ, ഓന്റെ വിവരം അങ്ങനത്തെ അറിയും. ഇഷ്ടം പോലെ അനുഭവം ഇല്ലേ? ഒരു 5-8 ഏകദേശം ഒരു കൊല്ലം മുന്നേ നോക്കുന്നത്, ഒരു കൊല്ലം മുന്നേത്തെ മാതൃഭൂമി പാലക്കാട് ജില്ലയിലാണ് എന്റെ ഓർമ്മ കറക്റ്റാണ്. പാലക്കാട് ജില്ലത്തെ പെൺകുട്ടികളെ ധൈര്യം കൂടി നിങ്ങൾക്ക് അറിയാം. ഏതോ ബസ്സിൽ നിന്ന് ഒരു പുരുഷൻ ഒരു പെണ്ണിനെ ഒന്ന് തോന്നിയതാ. ബസ് അങ്ങോട്ട് നിർത്തിപ്പിച്ച് ബസ്സിന് ഇങ്ങനെ വലിച്ചു തിങ്ങാതി പെണ്ണ് അങ്ങനെ പൂസിന കോലം. അത് മാതൃഭൂമി ഫസ്റ്റ് പേജിൽ വന്നിന്. അപ്പൊ അമ്മ അത് ധൈര്യമുള്ള പെണ്ണുങ്ങളുണ്ടാവും. അപ്പൊ അവർക്ക് ഇനിയിപ്പോ 2 ആള് വേണം, 3 പെണ്ണുങ്ങളൊപ്പം വേണമെന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ സ്വന്തമായി പോവാനുള്ള വിശ്വസ്തതയുണ്ടെങ്കിൽ ആ പെണ്ണിന് പുറപ്പെടൽ ജായിസാണ്. അപ്പൊ പെണ്ണിന് പുറപ്പെടൽ നിർബന്ധമാവാനുള്ള നിബന്ധന, പുറപ്പെടൽ അനുവദനീയമാവാനുള്ള നിബന്ധന. ഈ നിങ്ങൾ ഇതും കൂടി പറഞ്ഞ് ഇന്ന് ഞാൻ മൈക്ക വിടും. ഇനിയും ഇത് സംബന്ധമായ കുറച്ച് ഇഷ്കാലും സാധാരണക്കാർക്ക് വരുന്ന കുറച്ച് ഇഷ്കാലുകൾ അത് നാളത്തെ ക്ലാസ്സോടുകൂടെ അള്ളാഹു തൗഫീഖ് ചെയ്ത് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിച്ച് ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ, സ്ത്രീകൾ ഹജ്ജിന് പോകുമ്പോ ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പ് ഹൈലുകാരിയായാല്, മക്കത്തെത്തിയിട്ട് ഹൈലുകാരിയായാല് പോലത്തെ പല സാധാരണക്കാർക്ക് ആവശ്യമല്ല. അങ്ങനത്തെ അത് ഒരു ഹജ്ജ് ഉദ്ദേശിച്ച് മാത്രമുള്ള ഒരു ക്ലാസ് അല്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഉമ്മക്ക് പോകുന്നവരുണ്ട്. ഉമ്മയിൽ ഇപ്പൊ എന്തല്ലോ അറഫയിൽ നിൽക്കുക എന്ന പ്രവർത്തനം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഫറലുകളും ഉമ്മക്കും ബാധക. ഉമ്മയിൽ എന്തില്ല, അറഫയിൽ നിൽക്കുക എന്നൊന്നില്ല, ബാക്കിയെല്ലാം എന്തല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് സഹോദരിമാരെ കൂട്ടി, പങ്ങന്മാരെ, അമ്മായിയെയും ഭാര്യന്മാരേക്കും കൂട്ടി ഉമ്മക്ക് പോകുമ്പോ എത്രയോ അബദ്ധങ്ങൾ നമ്മുടെ പല സാധാരണക്കാർക്കും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഹജ്ജിന്റെ ഉംറന്റെയും പാടെ ക്ലാസ് ആയിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോവാം. ഹജ്ജ് നിർബന്ധമാകുന്നവരുമായി ബന്ധപ്പെട്ട ചില ഇഷ്കാലുകളും മറുപടികളും ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ ഒരു ക്ലാസ്സോട് കൂടെ അവസാനിക്കും. ആ ക്ലാസ്സും കഴിഞ്ഞിട്ട് നിങ്ങളെ സംശയങ്ങൾ, നിർബന്ധ ബാധ്യതയുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ PM-ലൂടെയോ ഫോൺ വഴിക്കോ മൈക്കെടുത്തോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം എന്നും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അറിയിച്ച് ഒരൊറ്റ കാര്യം കൂടി ഞാൻ ഉണർത്തുന്നു. ഇനിയൊരു പെണ്ണ് നിർബന്ധമായ ഹജ്ജല്ല, സുന്നത്തായ ഹജ്ജിനോ ഉംറക്കോ പോകുകയാണെങ്കിൽ അത് ഒരിക്കൽ ഞാൻ വിശാലമായി നമ്മുടെ ക്ലാസ് റൂമിൽ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. വിഷയവുമായി ബന്ധമുണ്ടായത് കൊണ്ട് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. സുന്നത്തായ ഹജ്ജോ സുന്നത്തായ ഉംറയോ ആണെങ്കിൽ
എന്ത് നിർബന്ധമാണ്? വിശ്വാസയോഗ്യമായ പുരുഷനോ വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷനോ ഭർത്താവോ ഒപ്പമുണ്ടാവൽ നിർബന്ധമാണ്. പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. ആ യാത്ര ഹറാമാകുന്നു. ആ യാത്ര ഹറാമാകുന്നു. എല്ലാ ഫിഖിന്റെ കിതാബുകളിലും എല്ലാ മദ്ഹബിലും വിധി അങ്ങനെ തന്നെയാണ് ഏകദേശം മനസ്സിലാവുന്നത്. സുന്നത്തായ ഹജ്ജോ പെണ്ണിന്റെ ഭർത്താവോ വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷനോ ഉണ്ടാവൽ നിർബന്ധമാണ്. അപ്പൊ വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷനോ ഭർത്താവോ ഇല്ലാതെ ഗ്രൂപ്പിലുള്ള പെണ്ണുങ്ങളൊപ്പം സുന്നത്തായ ഹജ്ജിനും സുന്നത്തായ ഉംറക്കും സ്ത്രീകൾക്ക് പോവാൻ പാടില്ല, നിഷിദ്ധമാകുന്നു. മറ്റു എല്ലാ യാത്രകളുടെയും വിധി അങ്ങനെ തന്നെയാകുന്നു. ഞാൻ യാത്രയുടെ വിധി എന്ന നിലക്ക് ഒന്ന് ഒറ്റ വാക്കിൽ ഉണർത്തിയതാണ്. പുതിയ അടുത്ത ക്ലാസിന്റെ ഉസ്താദന്മാരെ കാണാനുമില്ല. പിന്നെ അവിടൊരു യുക്തി പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരൊക്കെ ശ്രദ്ധിക്കണം. മക്കത്ത് ഹറമിൽ നിന്ന് രണ്ടാമത് ഉംറ ചെയ്യണമെങ്കിൽ സാധാരണ നമ്മളെ ആയിഷ പള്ളിയിൽ അഥവാ തൻഈമിൽ പോയിട്ടാണല്ലോ ഉംറ ചെയ്ത് തിരിച്ച് രണ്ടാമത് വീണ്ടും ഉംറക്ക് വരിക. പണ്ഡിതന്മാർ ഫത്ഹുൽ മുഈൻ, തുഹിഫ എല്ലാ ഫിഖിന്റെ കിതാബുകളിലും പറയുന്നു, ഒരു പെണ്ണ് മക്കത്താണ്, ആ പെണ്ണ് ആയിഷ പള്ളിയിൽ പോയി സുന്നത്തായ ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്യാൻ വേണ്ടി ഹറം ഭൂമിയിൽ നിന്ന് കഅബത്തിന്റെ അടുക്കൽ നിന്ന് ആയിഷ പള്ളിയിലേക്ക് പോവാൻ പോലും ഒരുപാട് സ്ത്രീകളുണ്ടെങ്കിലും പറ്റുകയില്ല. വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷനോ ഭർത്താവോ കൂടെയുണ്ടാവണം എന്ന് വളരെ വ്യക്തമായി പറയുന്നു. പിന്നെ അതിനൊരു യുക്തിയുണ്ട്. ഒരു പെണ്ണ് സുന്നത്തായ ഉമ്മേന് അല്ലെങ്കിൽ സുന്നത്തായ ഹജ്ജാണ്, വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷനോ അതല്ലെങ്കിൽ ഭർത്താവോ ഇല്ല. ഈ പെണ്ണിനാണെങ്കിലും ഉമ്മക്കും ഹജ്ജിനും പോകും വേണം, സുന്നത്തായ ഒരു ഉമ്മക്ക് പോകും വേണം. അവിടെ ഒരു ഫുഖഹാക്കൾ ഒരു ഹീലത്ത് ഒരു യുക്തി പറയുന്നത് നേർച്ചയാക്കുക. ഈ പെണ്ണിന് സുന്നത്തായ ഒരു ഉമ്മ നേർച്ചയാക്കിയാൽ ആ ഉമ്മ ചെയ്യല് നിർബന്ധമായാൽ ഇനി ആ പെണ്ണിന് ഭർത്താവോ അതല്ലെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷനോ ഇല്ലെങ്കിൽ തന്നെ ഒറ്റക്കോ വിശ്വാസയോഗ്യമായ സ്ത്രീകളൊപ്പോ പോവാം. പക്ഷേ അവിടെ ഷെർവാനി പോലത്തെ കിതാബുകൾ ആ മസ്അല പറഞ്ഞിടത്ത് ഇങ്ങനെ നേർച്ചയാക്കിയിട്ട് സുന്നത്തായ ഉംറ നേർച്ചയാക്കിയിട്ട് ഈ യുക്തി ഉപയോഗിച്ച് ഉംറക്കൊരു പെണ്ണിന് പോവണമെങ്കിൽ വെറും നേർച്ചയാക്കിയിട്ട് കാര്യമില്ല. ഒരു ഉംറക്ക് പോവാനൊരു ക്യാപ്പ് ഉണ്ടാക്കുക, അള്ളാന്റെ വജ്ഹിനെ വിചാരിച്ച് ഒരു ഉംറ കൂടി ചെയ്യാൻ ആ പെണ്ണ് നേർച്ചയാക്കി എങ്കിൽ എന്താവാം ആ നേർച്ച കാരണം ഉംറ നിർബന്ധമായി ഒറ്റക്ക് പോവാം, അല്ലെങ്കിൽ ഭർത്താവോ വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷനോ ഇല്ലെങ്കിലും പോവാം. ഉംറക്ക് പോകാൻ വേണ്ടിയിട്ട് ഉംറ നേർച്ചയാക്കുക അത് ശരിയല്ല. നേർച്ചയാക്കി ആരും ഒപ്പം കിട്ടിയില്ല പോവാം, പോകാൻ വേണ്ടി നേർച്ചയാക്കുന്നത് ശരിയല്ല എന്ന് ഷെർവാനി പോലത്തെ ഫിഖിന്റെ കിതാബും നോക്കിയാൽ കാണാമെന്നും സാന്ദർഭികമായി ഉണർത്തി. ഇതിന്റെ ബാക്കി കുറച്ചു ഭാഗങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് സാധാരണക്കാരിവിടെ പ്രധാനപ്പെട്ട ഒരു ഇഷ്കാല് വന്നത് സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മാക്കും ഉപ്പാക്കുമുള്ള ഹജ്ജ്. നല്ല കഴിവുണ്ട്, ഒരു പെട്ടെന്ന് മൂത്രത്തിനൊക്കെ തടസ്സം വന്ന് ഒരു ഭാഗം കുഴഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഹജ്ജിന് പറഞ്ഞയക്കുമ്പോ ചില പ്രത്യേക കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാനുണ്ട് ഇൻഷാ അള്ളാഹ്. പിന്നെ അവരൊക്കെ വേറെ കുറെ മസലകൾ പറഞ്ഞിട്ടോ. ഒരാള് ഹജ്ജിന്റെ മാസം ആകുന്നതിന്റെ മുമ്പ് മീക്കാത്ത് വിട്ട് കടന്നു, അതൊരു മസലയാണ്. മീക്കാത്തിലൂടെ പോയി, പക്ഷെ അവന്റെ മനസ്സിലുണ്ട് മക്കത്തെത്തി ഹജ്ജിന്റെ സമയമായ സൗകര്യം കിട്ടുകയാണെങ്കിൽ ഹജ്ജ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ഹജ്ജിന്റെ മാസം അല്ലാത്ത മാസങ്ങളിൽ മീക്കാത്തിലൂടെ ഒരാൾ മക്കയിലെത്തുകയും മക്കയിലെത്തി അള്ളാന്റെ തൗഫീക്ക് കൊണ്ട് ഹജ്ജ് ചെയ്യാൻ അവനിക്ക് അവസരം കിട്ടുകയൊക്കെ ചെയ്താൽ പിന്നെ അവൻ മീക്കാത്തിലേക്ക് വരണോ പകരം മറത്തു കൊടുക്കണോ
പോലത്തെ ചില ചോദ്യങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അത്തരം ചോദ്യകർത്താക്കളോട് ഇൻഷാ അള്ളാ അത് ഹജ്ജിന്റെയും ഉംറന്റെയും ഇഹ്റാമിന്റെ മസ്അല അധികം വഴുകാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലാസ് റൂമിൽ വരും. അത്തരം